ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുരിങ്ങ ഇലയിട്ട പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായി അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം കുറച്ച് മുരിങ്ങ ഇലയാണ്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങ ഇല ചെറുതായി അരിഞ്ഞത്, 3 വെളുത്തുള്ളി, മഞ്ഞൾ, ജീരകം, ഉപ്പ് എന്നിവയാണ് ഇൻഗ്രീഡിയൻസ്. ഈ ഒരു പാത്രത്തിൽ നന്നായി കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വേവിക്കാം. ഈ സമയം ഒരു ചെറിയ ജാറിൽ അരക്കപ്പ് തേങ്ങ, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ, ഒരു ചെറിയ സ്പൂൺ ജീരകം എന്നിവയിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയിട്ട് ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കുക. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. വെന്ത പരിപ്പ് നന്നായി ഒന്ന് ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ പരുവമായതുകൊണ്ട് ഒന്ന് ലൂസാകാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിം ആക്കണം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ തിളച്ച് പൊങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് ഫ്ലെയിം ചെറുതാക്കിയത്. നമ്മുടെ സദ്യയിലെ ഒരു വിശിഷ്ട വിഭവമാണ് പരിപ്പ് കറി. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി കഴിക്കാൻ എന്ത് സ്വാദാണ്. നെയ്യും പപ്പടവും ഒന്നും വേണ്ട, ധാരാളം ഗുണങ്ങളുള്ള മുരിങ്ങയില ഇട്ട് തയ്യാറാക്കിയ ഈ പരിപ്പ് കറി വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ തീർച്ചയായും ഈ കറി ഉണ്ടാക്കാൻ നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം. തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് ഇഷ്ടമാകും. ഇനി അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.